ഹായ് മക്കളെ, ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ 3x into 4x minus 5 plus 3 and ഫൈൻഡ് ഇറ്റ്സ് വാല്യൂസ് ഫോർ. 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സിക്കൽ 3ലും അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സിക്കൽ 1/2. ഈ രണ്ടിലും അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 3x into 4x, 3xനെ കൊണ്ട് 4x മൾട്ടിപ്ലൈ, 3 into 4 12, x into x x സ്ക്വയർ വരും. പിന്നെ 3x into minus 5, ദാറ്റ് ഈസ് മൈനസ് 3x into 5 എത്രയാ? 3x into 5 15x. ബ്രാക്കറ്റിൻ്റെ പുറത്തുനിന്നുണ്ട് ഒരു +3 ഉണ്ട്. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു സാധനത്തിനാ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത സാധനം ഇതാണെന്ന് കിട്ടി. അടുത്തത് എന്താ? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എക്സ് ഈക്വൽ ടു 3ൽ അതെന്തായിട്ട് മാറും നോക്കാം. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ ഇതിൽ എക്സിന് പകരം 3 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? 12 ഇൻറ്റു എക്സിൻ്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ 3ൻ്റെ സ്ക്വയർ മൈനസ് 15 ഇൻറ്റു എക്സ് അല്ലേ, അപ്പോൾ 3 പ്ലസ് ലാസ്റ്റ് ഒരു 3യും. ഓക്കെ, അപ്പോൾ 12 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 മൈനസ് 15 ഇൻറ്റു 3 എത്രയാ? 3 30 3 5 45 പ്ലസ് 3. ഓക്കെ, 12 ഇൻറ്റു 9 9 90 2 പാട്ടും 90 പാട്ടും 108. 108 മൈനസ് 45 പ്ലസ് 3 എന്ന് വരും. ഓക്കെ, 108 മൈനസ് 45 എത്രയാ? 45നോട് 45 ആഡ് ചെയ്താൽ 90 ആയി. 90നോട് 18 ആഡ് ചെയ്യണം. അപ്പോൾ 45 പ്ലസ് 18 എന്ന് പറയുമ്പോൾ 55ഉം 8ഉം 63യും ബാക്കിയുള്ള ഈ 3യും 66 വരും. 66. ഓക്കെ, ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കണം. എന്താ? എക്സ് ഈക്വൽ ടു 1/2 അത് സോൾവ് ചെയ്യണം. എക്സ് ഈക്വൽ ടു 1/2. അപ്പോൾ 1/2 വരുന്ന സമയത്ത് 12 ഇൻറ്റു എക്സ് സ്ക്വയർ, അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ 1/2 ഹോൾ സ്ക്വയർ എന്നാണ് എഴുതുക. 1/2ൻ്റെ സ്ക്വയർ. ഓക്കെ, മൈനസ് 15 ഇൻറ്റു എക്സ് 15 ഇൻറ്റു 1/2 പ്ലസ് 3 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, 12 ഇൻറ്റു 1/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 1/4 മൈനസ് 15 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 15/2 പ്ലസ് 3. നോക്കിക്കോ, 12/4 എത്രയാ? 12/4 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 12/4, ദാറ്റ് ഈസ് 3. അപ്പോൾ 3 ഇവിടെ ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. 3 + 3 6 ആയി. 6 മൈനസ് പിന്നെന്താ 15/2. ഓക്കെ, 6 മൈനസ് 15/2 എത്രയാ? 14ൻ്റെ പകുതി 7 അപ്പോൾ 15ൻ്റെ പകുതി 7.5. 6 മൈനസ് 7.5 എന്ന് പറയുമ്പോൾ മൈനസ് 1.5 എന്ന് ആൻസർ കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. മൾട്ടിപ്ലിക്കേഷനാണ്. ഞാൻ മൾട്ടിപ്ലൈ എന്നുള്ളത് എഴുതാൻ വിട്ടതാണ്. മൾട്ടിപ്ലൈ ചെയ്യാനാണ്. നോക്കുക, സിമ്പിളായിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് 2pq പ്ലസ് 3q² ഇൻറ്റു 3pq മൈനസ് 2q². ഇങ്ങനെ എഴുതുക. എന്ത് ചെയ്യുക അറിയോ? ആദ്യത്തെ ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടൈം അതിനെക്കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടൈം മൾട്ടിപ്ലൈ ചെയ്യാം. 2pq ഇൻറ്റു 3pq, 2 ഇൻറ്റു 3 6, pq ഇൻറ്റു pq, p ഇൻറ്റു p p², q ഇൻറ്റു q അപ്പോൾ 6p² q² എന്ന് വന്നു. ഇനി 2pqനെ കൊണ്ട് അടുത്ത ബ്രാക്കറ്റിലെ രണ്ടാമത്തെ മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തത് മൈനസാണ്, അപ്പോൾ മൈനസ് വരും. പിന്നെ 2 ഇൻറ്റു 2 4, പിന്നെ p ഉണ്ട്, പിന്നെ ഇവിടെ ഒരു q ഉണ്ട്, ഇവിടെ ഒരു q² ഉണ്ട്. q ഇൻറ്റു q² q³. ഓക്കെ, ദെൻ 3q² കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഫസ്റ്റ് വണ്ണം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? പ്ലസ് 3 ഇൻറ്റു 3q² കൊണ്ട് 3pqനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3q² കൊണ്ട് 3pqനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാം, 3q² ഇൻറ്റു 3pq. അപ്പോൾ 3 ഇൻറ്റു 3 9. പിന്നെ p ഉണ്ട്, പിന്നെ q² ഇൻറ്റു q എന്താ? q³. ഓക്കെ, ദെൻ 3q² ഇൻറ്റു മൈനസ് 2q². അപ്പോൾ 3യും മൈനസ് 2ഉം 3 ഇൻറ്റു മൈനസ് 2 നല്ല വരിക. 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6. q² ഇൻറ്റു q² q⁴. ഓക്കെ, സംഭവം കഴിഞ്ഞു. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാൻ ബാക്കിയുള്ള സ്റ്റെപ്പ്. ആദ്യത്തെ ടേം നോക്കുക, 6p² q². അത് വേറെ ഏതെങ്കിലും ടൈം ഉണ്ടോ? p² q² വരുന്ന വേറെ ഏതെങ്കിലും ടൈം ഉണ്ടോ നോക്കുക? ഇല്ല. അപ്പോൾ 6p² q² അങ്ങനെ തന്നെ എഴുതി. പിന്നെ pq³ വരുന്ന ടൈം മൈനസ് 4pq³. pq³ വരുന്ന ടൈം വേറെ ഉണ്ടോ? യെസ്, പ്ലസ് 9pq³. അപ്പോൾ 9pq³ മൈനസ് 4pq³ എന്താ? 9pq³ 4pq³ പോയാൽ 5pq³ പ്ലസ് 5pq³. ലാസ്റ്റ് എന്തുണ്ട്? ഒരു മൈനസ് 6q⁴ ഉണ്ട്. സോ 6p² q² പ്ലസ് 5pq³ മൈനസ് 6q⁴ എന്ന് ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളാണ്, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ആഡ്. ഇത് അഡീഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നത് 3 കൂടെ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. മറ്റേ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. സബ്ട്രാക്ഷൻ ആകുമ്പോൾ ബ്രാക്കറ്റ് ഒക്കെ ചെയ്യണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ സെയിം ടേംസ് നോക്കിയോ. സെയിം ടേംസ്
എക്സ് സ്ക്വയർ വരുന്ന ടൈം ഏതാ? പിന്നെ -3x². 7x² -3x² എന്ന് പറയുമ്പോൾ 7 - 3 4ആയി, 4x². 4x² + 5x², 9x². ടോട്ടൽ x² 9 എണ്ണം ഉണ്ട്. പിന്നെ അടുത്ത ടൈം നോക്കിക്കോ, -4x + 2x എത്രയാ? -4x + 2x, -2x, -2x -x, -3x. ഓക്കെ, ദെൻ പിന്നുള്ളത് കോൺസ്റ്റൻസ് മാത്രം വരുന്ന ടൈം. കോൺസ്റ്റൻറ്റ് മാത്രം വരുന്ന പറയുമ്പോൾ 5 -1 4, 4 + 9 13. സോ 9x² - 3x + 13 ഫൈനൽ ആൻസർ വന്നു. കഴിഞ്ഞ പരിപാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്ട്രാക്ട്. ഈ സാധനം സബ്ട്രാക്ട് ചെയ്യണം. എന്തിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന്. അപ്പോൾ ആദ്യം ഇത് എഴുതണം. ഓക്കെ, അതിന് നമ്മളെങ്ങനെ എഴുതുക? എന്താ? 2pq ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് p + q. അതിൽ നിന്ന് എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇത് എന്താ? 3pq ഇൻറ്റു p - q. ഇതിൽ ശ്രദ്ധിക്കുക, 2 ടേമാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെ? ഒരു ടേം ഇത്, ഈ 2 ടേമിലും കോമൺ ആയിട്ട് നമുക്ക് ഒരാളെ പുറത്തെടുക്കാൻ പറ്റും. ഞാൻ എന്താ പറയുക, കുറച്ചൊരു അൺകൺവെൻഷനായിട്ട് ചെയ്യാൻ പോവാണ്. മറ്റേ ഇതിൽ മണിച്ചിത്രത്താഴിൽ പറയുന്ന പോലെ മനഃശാസ്ത്രത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും ഞാൻ ലംഘിക്കാൻ പോകുമെന്ന് പറയുന്ന പോലെ നമ്മൾ 8th പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഡയറക്റ്റ് നിങ്ങൾ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്പൺ ചെയ്ത് പിന്നെ -c ആയിരിക്കും. പക്ഷേ ഞാനൊന്ന് തൽക്കാലം ഒന്ന് ഡിഫറൻ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോ, ഇവിടെ PQ ഈ ടേമിലുണ്ട്, PQ ആ ടേമിലുണ്ട്. സോ PQ കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു. PQ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ എന്ത് വരും? ഈ ടേമിൽ നിന്ന് PQ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 2 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള p + q മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മൈനസ് അങ്ങനെ തന്നെ താഴ്ത്തു വന്നു. ഓക്കെ, ഇനി ഈ ടേമിൽ നിന്ന് PQ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 3 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള p - q മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് ചെയ്യാം. അപ്പോൾ എന്താ വരിക? PQ ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഇൻറ്റു p 2p, പിന്നെ 2 ഇൻറ്റു +q + 2q, പിന്നെ -3 ഇൻറ്റു p -3p, പിന്നെ -3 ഇൻറ്റു -q മൈനസും പ്ലസ് ആയി 3q. ഓക്കെ, ഇനി നോക്കിക്കോ, PQ ഇൻറ്റു എന്ത് വരും? 2p - 3p. 2p - 3p എത്രയാ? 2p നിന്ന് 3p പോയാൽ -p, വെറും -p. പിന്നെ 2q + 3q 5q. അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. PQ ഇൻറ്റു -p എന്ന് പറയുമ്പോൾ -p²q, പിന്നെ PQ ഇൻറ്റു 5q എന്ന് പറയുമ്പോൾ +5pq², -p²q + 5pq² എന്ന് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനാണ്. ഡയറക്റ്റ് ആദ്യം നമുക്ക് പുറത്തെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. എല്ലാ ടൈമിലും കോമൺ ആയിട്ട് ഉണ്ടാവണം. S ഇവിടെ ഉണ്ട്, ഒരു S ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ S ഇല്ല. S പുറത്തുള്ളത്. പിന്നെ ഇവിടെ ബ്രാക്കറ്റ് അകത്താണ് S - t ഉണ്ട്, ഇവിടെ S - t ഇല്ല. അപ്പോൾ പിന്നെ എല്ലാ ടൈമിലും കോമൺ ആയിട്ട് പുറത്തെടുക്കാനൊന്നുമില്ല. എല്ലാ ടൈമിലും കോമൺ ആയിട്ട് ഉണ്ടെങ്കിലേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിയോ, ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4s ഇൻറ്റു S, 4st ഇൻറ്റു S. ഇപ്പോൾ 4 ഉണ്ട്, പിന്നെ S ഇൻറ്റു S² ആയി, പിന്നെ ഒരു ടിയും. ഓക്കെ, 4s²t, പിന്നെ 4st ഇൻറ്റു -t, അപ്പോൾ മൈനസ് വരും, പിന്നെ 4s t ഇൻറ്റു t². ഓക്കെ, പിന്നെ -6x² ഇൻറ്റു t, അപ്പോൾ -6s²t, പിന്നെ -6s² ഇൻറ്റു -t², മൈനസും കൂടെ പ്ലസ് ആയി, പിന്നെന്താ 6s²t² എന്ന് വന്നു. ഓക്കെ, ദെൻ -3t² ഇൻറ്റു 2s², മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആയി, 3 ഇൻറ്റു 2 6 t² s², പിന്നെ -3t² ഇൻറ്റു -s, മൈനസും പ്ലസ് ആയി, പിന്നെ 3t² s. ഓക്കെ, പിന്നെ +2st ഇൻറ്റു s, അപ്പോൾ എന്താ +2s²t, പിന്നെ +2st ഇൻറ്റു -t -2st². ഇനി കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കോമൺ ആയിട്ടല്ല, നമുക്ക് എന്തെങ്കിലും സബ്ട്രാക്ട് ചെയ്ത് കളയാനൊക്കെ ഒരേപോലത്തെ ടേംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ, അത് ചെയ്യാം. ഫസ്റ്റ് ടൈം s²t ആണ്. s²t വേറെ ഉണ്ടോ നോക്ക്. s²t 4s²t, യെസ്, 4x²t + 2s²t എത്രയായി? 6x²t -6x²t. 4s²t + 2s²t 6 ആയി, 6s²t ആയി. അതേ -6s²t 0 ആയിപ്പോയി. അത് പിന്നെ അതിലൊന്നും ബാക്കിയില്ല, എല്ലാം കഴിഞ്ഞു. പിന്നെ -4st². st²ഉം s²tയും ഡിഫറൻ്റ് ആണ്. ഓക്കെ, -4st². ഇവിടെ എന്തുണ്ട്? -2st² ഉണ്ട്. -4st² -2st² -6st². പിന്നെ st² ഉണ്ടോ വേറെ? യെസ്, ഇവിടെ ഉണ്ട്. t² എന്ന് പറഞ്ഞാൽ st² തന്നെയാണ്. അപ്പോൾ എന്താ? -4st² -2st² + 3st². -4 -2 + 3, -4 -2 -6 -6 + 3 എന്ന് പറയുമ്പോൾ -3. അപ്പോൾ -3st² ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ നോക്കുക, 6st² s²t² -6t² s². t² എന്ന് പറഞ്ഞാലും മനസ്സിലാക്കേണ്ട കാര്യം
ടി സ്ക്വയർ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാലും ടി സ്ക്വയർ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാലും നേരെ തിരിച്ച് എസ് സ്ക്വയർ ടി സ്ക്വയർ എന്ന് പറഞ്ഞാലും സെയിമാ. 3x4 എന്ന് പറഞ്ഞാലും 4x3 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ, സെയിം ലോജിക്ക്. അപ്പോൾ 6x സ്ക്വയർ ടി സ്ക്വയറിന് 6x2 ടി സ്ക്വയർ പോയാൽ 0 ആയിപ്പോയി, അതും ഒന്നും ബാക്കിയില്ല. അപ്പോൾ എല്ലാം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. -3s ടി സ്ക്വയറിന് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? സോ മക്കളെ, ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. സോ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു പോവുക. ഈസി ആയിട്ട് നമുക്ക് മുഴുവൻ മാർക്ക് നേടാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അതേപോലെ തന്നെ ഈസി ആയിട്ട് മാർക്ക് പോകാനും പറ്റുന്ന ചാപ്റ്ററാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഈസ്, നിങ്ങൾ മാർക്ക് നേടുക എന്നതിലുപരി ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സസിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾ മാത്സ് പഠിക്കുന്നുണ്ടോ, ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ വന്നാലും, ഐ മീൻ ഒരു ചാപ്റ്റർ എന്നല്ല, ഇതിന് തുടർച്ചയായിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. മാത്സിൽ ഇനി അങ്ങോട്ടേക്ക് എല്ലാ ചാപ്റ്ററിലും ഇത് ആവശ്യമുണ്ട്. ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. സോ മക്കളെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.